ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ എന്താണ് വിക്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രാജകൊട്ടാരത്തിൽ പോലെ രാജസിംഹാസനത്തിൽ പോലെ പുതിയ കസേരയിൽ അങ്ങോട്ട് MD കസേരയിൽ അങ്ങോട്ട് നെളിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുക കേട്ടോ. പക്ഷേ കാർത്തിക അങ്ങനെ ഇങ്ങനെയൊന്നും വിക്രത്തിനെ വിടുന്നൊന്നുമില്ല. വിക്രത്തിനെ കൊണ്ട് മാക്സിമം പണി എടുപ്പിക്കാവോ ആ രീതിയിലൊക്കെ പണി എടുപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം വിചാരിക്കുന്നുണ്ട്, ഹോ ഇത്രയും നാളെ പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, MD ആയപ്പോഴേക്കും കുറച്ച് മാറ്റം ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ MD ആയപ്പോൾ അതിനേക്കാളും കൂടുതൽ പണിയാണല്ലോ ഈ ചേച്ചി എടുപ്പിക്കണത് എന്ന് വിക്രം വിചാരിക്കുകയാണ്. അതിനെക്കുറിച്ച് വിക്രം പ്രകാശിനോട് പറയുന്നുണ്ട്. പ്രകാശൻ പറയണ്ടേടാ മോനെ, ഇങ്ങനെയൊക്കെ നിന്നാലാണ് അവളെ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ. നോക്ക്, ആ കമ്പനി നിന്റെ പേരിൽ സ്വന്തമായിട്ട് തരണമെന്നുണ്ടെങ്കിൽ നീ നന്നായിട്ട് അധ്വാനിക്കുന്നതായിട്ട് കാണിക്കണോടാ. നീ ആ സോണിയുടെ കമ്പനി കാണിച്ച പോലത്തെ ഉഴപ്പൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, വിക്രത്തിന് ഇത്രയും ശിക്ഷ കൊടുത്തതൊക്കെ മതി, ഇനി അവനുള്ള ശരിക്കുള്ള ശിക്ഷ കൊടുത്തേക്ക്, അവൻ ശരിക്കും കൂടെ അനുഭവിക്കട്ടെ മോളെ എന്ന് ലക്ഷ്മി പറയാണ്. ആ സമയത്ത് ഒരുപാട് പെമ്പിള്ളയുടെ മുഖമാണ് കാർത്തികയുടെ മനസ്സിലേക്ക് പോണത്. ശരണ്യ, സോണി, അതുപോലെ തന്നെ അറിയപ്പെടാത്ത എത്രയോ പെണ്ണുങ്ങളെ വിക്രം ഒരേന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും, ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവും. ആ എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ട് വിക്രത്തിനൊരു മുട്ടം പണി തന്നെ നമ്മുടെ കാർത്തിക കൊടുക്കുവാട്ടോ. കാർത്തികയുടെ വണ്ടിയൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് വിക്രമാണ്. അതുകൊണ്ട് തന്നെ കാർത്തികക്ക് വിക്രത്തിന് ഒരു അപകടപ്പെടുത്താൻ ഒരു കുഴപ്പമില്ല. അപകടപ്പെടുത്തി ഒരു മൂലക്ക് കയ്യും കാലും ഒടിച്ച് കിടത്തിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ വിക്രത്തിനാണ് ആദ്യത്തെ പണി കൊടുക്കുന്നത്. കാരണം വിക്രത്തിനെ നൊന്ത് കഴിഞ്ഞാൽ പ്രകാശനം നോവോന്ന് കാർത്തികക്കും ലക്ഷ്മിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിക്രത്തിനെ എങ്ങനെയൊക്കെ നോവിക്കാവോ ആ രീതിയിലേക്ക് കാർത്തിക നോവിക്കാട്ടോ. അതൊക്കെ കാണുമ്പോൾ പ്രകാശനം നന്നായിട്ട് നെഞ്ചു പെടയുന്നുണ്ട്. പ്രകാശനം മാത്രമല്ല, പ്രകാശിന്റെ അമ്മക്കും അങ്ങനെ തന്നെയാണ്. എന്തായാലും വിക്രത്തിന് ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷകൾ ഓരോന്നോരോന്നായിട്ട് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോണത്. അതിന്റെ കൂടെ താരയുടെ ഭാഗങ്ങളുണ്ടാവും. താര കോമ സ്റ്റേജിൽ കിടക്കുന്നതും താര അതിൽ നിന്ന് രക്ഷപ്പെടുവോ ഇല്ലയോ എന്നുള്ളതും പിന്നെ ക്രിസ്റ്റിയുടെ ഭാഗങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത എപ്പിസോഡ്സ് ആയിരിക്കും ഇനി അടുത്ത ആഴ്ച വരാൻ പോണത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.